ഹലോ ഗൈസ് ഇപ്പൊ സമയം 3 മണി ആയിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ 3 മണി. വെളുക്കാൻ ഇനി ഒരു 2-3 മണിക്കൂറേ ബാക്കിയുള്ളൂ. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം ആണ്, അതായത് BSc നഴ്സിംഗിന്റെ ഫൈനൽ ഇയർ യൂണിവേഴ്സിറ്റി എക്സാം ജാനുവരി 13 എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പം ഞങ്ങൾ ഇന്ന് വന്നത് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും ഒരു മിഡ് നൈറ്റ് ക്രേവിംഗ് ഐഡിയാസുമായിട്ടാണ്. നമ്മൾ വെറുതെ ചിരിക്കുകയാണ്. മിഡ് നൈറ്റ് ഐഡിയാസുമായിട്ടാണ്. കാരണം ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പാണ് ഗൈസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം പുതിയ ഐഡിയാസും മിഡ് നൈറ്റ് ക്രേവിങ്സും നിങ്ങൾക്ക് മുന്നേ പഠിക്കുന്നതിനിടയ്ക്ക് ഞങ്ങൾ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നുണ്ട്. അത് ഞങ്ങളുടെ ഒരു കഴിവായിട്ട് നിങ്ങൾ കാണണം. പിന്നെ നമ്പറിൽ നിന്ന് ഇവിടെ മെസ്സേജ് എഴുതേണ്ട ആരാന്ന് എനിക്കറിയില്ല. ജസ്റ്റ് നോക്കാൻ പോലെ ഇത് ബാബു ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹണിതപ്പം തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട്. ഹണിക്ക് തലവേദനയാണ് ഗൈസ് പഠിച്ചിട്ട്. പക്ഷെ ക്രേവിങ്സിന് നമുക്ക് കുറവൊന്നുമില്ല. അവളൊരു ഇപ്പോൾ ഒരു ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി ആയിട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ല ഹണി, ഓക്കെ ആവോ? 2 ദിവസത്തിലുള്ള ആള് ഓക്കെ ആയിട്ട് പഴയതിലും ഊർജ്ജസ്വലതയായിട്ട് മുന്നോട്ട് വരുന്നതാണ് പറയുന്നത്. പുതിയൊരു റെസിപ്പിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. എന്താണെന്ന് വഴിയെ കാണാലോ ബാബു. സോ നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ. ചോക്കോസ് ആണെന്നൊക്കെ ഇവിടെ പറയും. യെസ് ഓഫ് കോഴ്സ് ചോക്കോസ് ആണ്, പക്ഷെ അല്ല, ഞങ്ങൾ അതിൽ വെറൈറ്റീസ് ആഡ് ചെയ്യുന്നുണ്ട്. ചോക്കോ ചിക്കീസ് ഒന്നല്ല, നിങ്ങൾ കാത്തിരിക്കാം. ഓക്കെ. ഹലോ ഗൈസ്, ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കുറച്ച് പാല് വാങ്ങിച്ചത് അവിടെ തിളപ്പിച്ചായിരുന്നു. സോ പാല് വെച്ചിട്ടുള്ള പുതിയൊരു ഡിഷാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ പാല് പിരിഞ്ഞിട്ടുണ്ടോ സംശയമുണ്ട്. എങ്ങനെയാണ് മണത്തൊക്കെ അറിയോ? രണ്ടുപേരും പിരിഞ്ഞിരിക്കുന്ന കാണാൻ പറ്റുന്നതാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കാം. കുറച്ച് പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പാല് തിളച്ച് വരുന്നത് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. തിളച്ച പാലിലോട്ട് ഇതിട്ട് കൊടുത്താൽ മതി. ഇതിന് 10 രൂപ ഉള്ളൂ. 2 20 രൂപ ഉള്ളൂ ഇതിന്. ശരിക്കും 4 ഇത് 4 വാങ്ങിയിട്ടുണ്ട്. അതിന് മാത്രമുള്ള വിശപ്പില്ലാത്തതുകൊണ്ടാണ് 2 വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ കാണാം. ഓക്കെ. കാപ്പി ഉണ്ടോന്ന് അറിയില്ല, ചായപ്പൊടി ഉണ്ടാവുള്ളൂ. എന്താണ് ഗൈസ്, ഹണിക്ക് ചോക്കോസ് ഇഷ്ടമല്ല. ഹണിക്ക് വേണ്ടി ഹോർലിക്സ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. ഹോർലിക്സ് ഉണ്ടാക്കി കൊടുക്കേണ്ട സിമ്പിൾ വിധം എങ്ങനെയാണെന്ന് പ്രേക്ഷകർക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഹോർലിക്സ് പാത്രത്തിലേക്ക് ഇടുക. ഈ സ്പൂണോട് കയ്യിലിട്ടാൽ ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്പൂണിലോട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുക. സാധാരണ വീടുകളിൽ നിങ്ങൾ ഹോർലിക്സ് ഉണ്ടാക്കലുണ്ടാവും, പക്ഷേ സിമ്പിളായിട്ട് ഉണ്ടാക്കണം എങ്ങനെയാണ് ഇച്ചിരി മധുരം മതി എന്നാ പറയുന്നത്. മധുരം വേണ്ട തന്നെയല്ല, പക്ഷെ കുറച്ച് ഇടാനാണ് പറയുന്നത്. ഇനി കുറച്ച് മധുരം ഇങ്ങനെ തട്ടി കൊടുക്കാം. സോറി ഗൈസ്, കുറച്ച് നിലത്ത് വേണ്ടിയിട്ടുണ്ട്. കുറച്ച് മതി, അപ്പം അത് മതിയാവും. ഇനി നമ്മൾ പാലൊഴിക്കാൻ പോവാണ്. ബാബു ഓക്കെ അല്ലേ? ഓക്കെ. പാലിങ്ങനെ ഒഴിച്ചങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ മതി. ഉള്ള പാലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞോ കുറച്ച് വെള്ളം ഒഴിക്കാൻ. വെള്ളം ഒഴിച്ച് നീണ്ടു പോകുന്നു. പിന്നെ എനിക്ക് ഇച്ചിരി വെള്ളം ചോക്കോസിലിട്ട് വെച്ച് കുടിച്ചാൽ പോലെ. പാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മധുരം പാകാണോ നോക്കിയാ? മധുരം പാകാണോന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ ഗൈസ്. സൂപ്പർ. ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് മാറ്റി പിടിക്കാം, ഹോർലിക്സ് ആക്കാം. ചോക്കോസ് ഫ്ലോപ്പ് ആവുമോ കൊണ്ട് കൊടുക്കുകയാണ്. ഇതാണ് ഗൈസ് ഹോർലിക്സ് പ്രിപ്പയർഡ് ബൈ മീ. സിമ്പിൾ വേ ആണ്. വേണ്ടവർ യൂട്യൂബ് ചാനലിൽ കയറി നോക്കുക. ഹണി കിടക്കുകയാണ് ഗൈസ്. ഒക്കെ വയ്യ പണിയാണ്. മോളോ കഴിക്കി അവള് കഴിക്കുന്നുണ്ട്. ആള് കുറച്ച് ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു.
ഇനിയാണ് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചോക്കോസ് പ്രിപ്പറേഷൻ. ബാബു ഇനി ഞാൻ പറയാം രണ്ടും കൂടി ഇതിലോട്ട് ചോദിച്ചാലോ? കച്ചറയോ ചോദിച്ചാൽ ഇത് എങ്ങനെ ഒഴിക്കാണ്ട് ഗ്ലാസ്സിലേക്ക്? ഇത് ഗ്ലാസ്സിലേക്ക് ഇടുക ചോക്കോസ് മൊത്തം. അല്ല, പാല് വെച്ചിട്ടാ ചോക്കോസ് ഇടുക. അങ്ങനെയാ, പാല് കുറച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ ചോക്കോസ് ഇടാൻ പോവാണ്. പൊട്ടിക്കാൻ കിട്ടുന്നില്ല. പൊട്ടിച്ചു. 10 റുപ്യേൻ്റെ ആയതുകൊണ്ട് കുറച്ച് കുറവുണ്ട് ക്വാണ്ടിറ്റി. ഓ, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമ്മൾ ഇതിൽ ചോക്കോസ് ഇട്ടാണ്. മൊത്തത്തിലിട്ടോ? മൊത്തത്തിലിട്ടിട്ടുണ്ട്. ബാബുവിന് ഫുള്ളിട്ടിട്ടുണ്ട്. ഇനി ബാബു പറയുന്നത് ബാബുവിന് കുറച്ച് ബൂസ്റ്റും അതിൻ്റെ മുകളിലിടണമെന്ന്. ഇതാദ്യം മിക്സാക്ക്. മിക്സാക്കായില്ല, ഇത് ഇട്ടത് ലാസ്റ്റ് അത് കട്ടയായി പോട്ടോ. ഗൈസ്, കുറച്ച് ബൂസ്റ്റ് ബാബുവിന് ഇതിൻ്റെ മുകളിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളിടണോ ബാബു? ആ, പിന്നെ അല്ലാണ്ട് മറ്റേ ബൂസ്റ്റ് പൊട്ടിക്കരുത്, നാളെ ചായക്കുള്ളതാണ്. അങ്ങനെ ബൂസ്റ്റ് ഇട്ട് ഇത് നമ്മൾ കട്ടായി പോകും. ഇത് ഇളക്കുകയാണ്. സൂപ്പർ ലുക്കിംഗ് ഗോർജിയസ്. മധുരം ഉണ്ടാവും, ഇച്ചിരി മധുരം ഇടേണ്ടി വരുമോ? ശരി, പഞ്ചാരയുടെ ഒക്കെയാണെങ്കിൽ മധുരം കുറച്ച് പഞ്ചാര പ്രിയാണ്. ഓ, ആദ്യം ചായക്കകത്ത് പഞ്ചാര ഇടണമായിരുന്നു. ഇനി ബാബു, ഇതാണ് ബാബുവിൻ്റെ ക്രേവിങ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ. എന്താണ് റെഡിയാണ് ബാബു. കഴിച്ചോളൂ കേട്ടോ. ആൾക്ക് മധുരമില്ല, പക്ഷെ മധുരം ഇടാനുള്ള പ്രിപ്പറേഷനാണ്. കുറച്ച് മധുരം ഇട്ടാൽ കേട്ടോ. ആ മധുരമൊക്കെ വടിച്ചിട്ടുണ്ട്. ഇനി നാളത്തേക്ക് ഇടാൻ പഞ്ചാരല്ല. ഗൈസ്, അങ്ങനെ ഞങ്ങൾ പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അടിച്ചു കൊടുക്ക്. ഇതാണ് ബാബുവിൻ്റെ. ഞാൻ ഈ ചെമ്പ് തന്നെയാണ് കഴിക്കുന്നത്. വേറെ പാത്രം എടുക്കാൻ വയ്യാഞ്ഞിട്ടാണ്. നമുക്ക് ബാബു ആ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞു. ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. ഭയങ്കര അടിപൊളി ടേസ്റ്റ്. ഭയങ്കര ടേസ്റ്റാണ്. ഹോസ്റ്റലേഴ്സ് ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഞങ്ങളിത് റെക്കമെൻഡ് ചെയ്യും. പിന്നെ പോരാത്തതിന് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരും ഇത് ഉണ്ടാക്കി ഇതാക്കേണ്ടതാണ്.